സ്കൂളിലോട്ട് തന്നെയല്ലേ പോകുന്നത്, അതിനാണ് ഇത്രയും ഒരുക്കം. അച്ഛനിപ്പോൾ വരും, ഇറങ്ങി നിൽക്കി. ആ ബസ്സിന് പോക്കൊന്നും ഇല്ല. ഇനി തൊട്ട് അച്ഛൻ കൊണ്ട് ആക്കും, അച്ഛൻ വൈകുന്നേരം കൂട്ടാൻ വരും, അത് മതി. അല്ലാതെ ബസ്സിന് പോയിട്ട് വേണ്ട ഒരു കൂട്ടുകാരിയുടെയും കൂടെ പോകണ്ട. ഞാൻ പറഞ്ഞത് മതി. ഞങ്ങൾ പറയുന്നത് ഇനി അനുസരിക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ. നീ എന്നെ ഈ കഥ അടച്ചോണ്ട് ഇവിടെ ഇരിക്കുന്നത്? വേണ്ട കഥ അടച്ചിട്ടൊന്നും ഒരു പഠിത്തവും വേണ്ട. ഒന്നെങ്കിൽ എൻ്റെ കാണുക ഇവിടെ ഇരുന്ന് പഠിച്ചോണം, അല്ലെങ്കിൽ ഹാളിൽ ഇരുന്ന് പഠിച്ചോണം. കഥ അടച്ചിരുന്ന് പഠിക്കുന്നു വേണ്ട കേട്ടോ. എന്നായിരുന്നു ആ ചെറുക്കൻ്റെ പേര്? ജാതിയോ? അറിയത്തില്ലേ? പിന്നെ നീ ഇത്രയും നാളെ ഫോണിൽ കൂടെ കുശാന്ന് പറഞ്ഞ് ചോദിച്ചോണ്ടിരുന്ന എന്നതായിരുന്നു? ജാതിയൊന്നും ആരും നോക്കത്തില്ല. നിന്നോട് ഇതാക്ക ആരാ പറയുന്നത്? ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പൊ ജാതിയൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിളിച്ചിറക്കിക്കൊണ്ട് പോകും. അവിടെ ചെന്ന് കഴിയുമ്പോൾ കയ്യും കാലും ഇട്ടടിച്ച് കഴിയുമ്പോൾ ആരും കാണത്തില്ല. നിനക്കൊന്നും പറഞ്ഞു കഴിഞ്ഞ് ഇത്രയും കാര്യങ്ങൾ ഈ ചുറ്റും നടന്നിട്ട് ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴേ എൻ്റെ സങ്കടം. നീ ഇതങ്ങോട്ടാ നോട്ട് മേടിക്കാനായിട്ടോ? അറിയുന്നു. വേണ്ട ഒരു കൂട്ടുകാരിയുടെ അടുത്തൊന്നും നോട്ട് മേടിക്കണ്ട. ഇത്രയും നാൾ നിന്നെ സ്കൂളിൽ വിട്ടിട്ട് നിനക്ക് സ്വന്തമായിട്ട് നോട്ടില്ലെങ്കിൽ നീ പഠിക്കണ്ട. നോട്ട് മേടിക്കാനായിട്ടാണെന്ന് പറഞ്ഞോണ്ടേ ഇറങ്ങുന്നു. നീ ആരോട് ചോദിച്ചിട്ടാണ് ഫോൺ എടുത്തത്? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഫോൺ എടുക്കരുതെന്ന്. ഇങ്ങനെ ഓരോന്നുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ തന്തേടം തള്ളേടം തഴ എടുക്കാതെ പറയുന്നില്ല. എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലിക പറ്റിയിട്ടാണ് ഞാനിവിടെ കിടക്കുന്നത്.